സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസ്, നമ്മൾ ഓൾഡായിട്ടുള്ള പ്ലേയേഴ്സിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷം 2025 നമ്മൾ എടുത്ത് നോക്കാൻ പോവുകയാണ്. അവന്മാരിപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഗൈസ്. അത് നമ്മൾ അക്ഷയ് AK സെറ്റിന് അറിയാത്ത ആരും ഉണ്ടാവില്ല. ആ ഒരു പ്ലെയറുടെ ലൈവ് സ്ട്രീം എന്നെടുത്ത ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു പ്ലെയറുടെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നിലവിലുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഓൾഡായിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലേ എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചെക്കൗട്ട് ചെയ്യാൻ പോകും. നമ്മൾ മുന്നേ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് ജസ്റ്റ് നമ്മുടെ ചാനൽ കയറി ചെക്കൗട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു വീക്കോളായിട്ട് നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല ഗൈസ്, നമ്മുടെ ചാനലിൽ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും, ജസ്റ്റ് ഒരു വയലേഷനാണ് 7 days ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇനി റെഗുലറായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. ലൈവ് സ്ട്രീം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നാലെ ഞാൻ എന്നും കളിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കളിക്കാനും കാണാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഈ സാധ്യത ഗെയിം പ്ലേയും ക്ലിപ്പും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അക്ഷയ് AK സെറ്റിൽ നിന്നാണ് നമ്മൾ ഫുൾ വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലെയർ ഇപ്പോൾ ഇതൊരു മലയാളി പ്ലെയറാണ്. നമ്മളെ കസ്റ്റം മാച്ചിൽ നമ്മുടെ അക്ഷയ് AK സെറ്റിൻ്റെ ലൈവ് സ്ട്രീമിൽ കയറിയ ഒരു പ്ലെയറുടെ ഐഡിയും കാര്യങ്ങളും നമ്മൾ നോക്കാം. അപ്പോൾ ഓൾഡായുള്ള ഫാക്ടറിന് കാണാൻ പറ്റും. അവിടെ ഇപ്പോൾ ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല. ഓൾഡായുള്ള സമയത്ത് ഇതേപോലെ നമ്മുടെ ഫാക്ടറി ഫുള്ള് ഫ്ലാറ്റ് ആയിരുന്നു. അത് എത്ര പേർക്ക് അറിയാം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര വർഷത്തോളമായി നിങ്ങൾ കളി തുടങ്ങിയിട്ടുണ്ടെന്നും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടോ ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും നമ്മൾ ആദ്യം ചെക്കൗട്ട് ചെയ്ത് നോക്കാൻ പോകുന്നതാണ്. അങ്ങനെ പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യം നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ട് അങ്ങനെ ഈ സൈഡ് പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യം നേരെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നോക്കണമെങ്കിൽ ഈ സൈഡ് പുള്ളിക്കാരൻ്റെ പേര് നോക്കുകയാണെങ്കിൽ സോനു എന്നാണ് പേര് ഒരു പുള്ളിക്കാരൻ. അപ്പോൾ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് ആണോ വെച്ചാൽ നിലവിൽ ആക്റ്റീവായി കളിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ്. 77 ലെവലും അതുപോലെ തന്നെ ഗൈസ് 20,000-ഓളം ലൈക്കും കാര്യങ്ങളൊക്കെ ഒരു വെറുത്ത ഐഡിയും കാര്യങ്ങളും ഓൾഡ് ഹീറോയ്ക്ക് ബാഡ്ജും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഹെഡും കാര്യങ്ങളും കണ്ടാൽ മനസ്സിലാവും അത് ഏത് ഹെഡാണെന്ന് ഇപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. കുറേ പേർക്ക് അറിയാം. പറയാവുന്നവരൊക്കെ ഡിജിറ്റൽ കമൻറ്റ് ഇട്ടേക്കുക. അറിയാത്തൊരു ഡിജിറ്റൽ കമൻറ്റ് ഇട്ടേക്കുക. ഗൈസ് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് മുതൽ കളിക്കുന്നൊരു പ്ലെയർ കൂടെയാണ്. സക്കുറ ബണ്ടിലും ഇതിൽ കളിക്കുന്നൊരു വേർത്തുള്ളൊരു പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു മലയാളി പ്ലെയറാണ് ഗൈസ്. അപ്പോൾ നിങ്ങളാരെങ്കിലൊക്കെയാണ് ജസ്റ്റ് ഒന്ന് മറക്കാതെ കമൻറ്റ് ഇട്ടേക്കുക. അപ്പോൾ നമ്മുടെ അക്ഷയ് AK സെറ്റിൽ നിന്ന് ലൈവ് എടുത്താണ് 7 year old കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ ഫസ്റ്റ് മുതലേ കളിക്കുന്നൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൽ കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. 77 ലെവൽ എന്ന് പറഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ ഒന്നാമത്തെ ഐഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത്. ഇനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നില്ല, ലേഖാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ അക്ഷയ് AK സെറ്റിൽ നിന്ന് ലൈവ് എന്നാണ്. അപ്പോൾ നോക്കുക നമ്മൾ അക്ഷയ് AK സെറ്റാണെങ്കിൽ ഒരു കസ്റ്റം മാച്ചിലാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു പ്ലെയർ അവൻ്റെ കസ്റ്റം മാച്ചിലാണെങ്കിൽ ഒരു മലയാളി പ്ലെയർ കയറിയിട്ടുണ്ട്. അപ്പോൾ അവനാണ് ഒരുത്തർ നൈസിനെ തീർക്കുകയാണോ ടീം അപ്പോൾ അതാണ് എന്താ സംഭവം എന്ന് അറിയത്തില്ല. ബഗ്ഗാണോ ഗ്ലിച്ചാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും അവൻ തീർത്തിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡിയുള്ള മാപ്പിൻ്റെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. മീൻസ് ആ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇത്രയ്ക്ക് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയും കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്താണ് 30 days കാണിക്കുന്നത്. അതായത് ഈ പുള്ളിക്കാർ ഇപ്പോൾ നിലവിൽ ആക്റ്റീവ് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്. 62 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 62+ ലെവൽ. അതുപോലെ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്ര ലെവലുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ ഗൈസ്. അതുപോലെ തന്നെ DR ജാഹോക്കെ ആണ് എന്തോ ഒരു വൃത്തികെട്ട പേരാണ്, കറക്റ്റ് എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഓൾറെഡി കളിക്കുന്നൊരു പ്ലെയർ കൂടെയാണ്. 52 ലെവലുണ്ട്. ഹീറോയ്ക്കോ ഗ്രാൻഡ് മാസ്റ്ററോ കാര്യങ്ങളൊന്നും തന്നെ അടിച്ചിട്ടില്ല. ബട്ട് ഈ ഒരു പുള്ളിക്കാരൻ്റെ അക്കൗണ്ടിൽ അത്ര റയർ ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഹീറോയ്ക്കും ഗ്രാൻഡ് മാസ്റ്ററോ അടിച്ചിട്ടില്ല. അത്യാവശ്യം ഒരു ബാഡായിട്ടുള്ള അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഏഞ്ചൽ പാൻറ്റ് ഉണ്ട് റയറായിട്ട് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ. പക്ഷെ അതൊക്കെ റിട്ടേൺ വന്നതാണ്. എന്നാൽ കൂടെ കുറച്ച് റയറായിട്ടുള്ളത് ഇപ്പോൾ അത് മാത്രമേ എനിക്ക് തോന്നുന്നത്. എന്തായാലും ഒരു വെറുത്തുള്ള ഐഡിയ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ഐഡിയനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് നേരെ നെക്സ്റ്റ് ഐഡിയും കാര്യങ്ങളൊക്കെ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നെക്സ്റ്റ് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നോക്കണം ഈ ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ അക്ഷയ് AK സെറ്റിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്തൊരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെയാണ്. ഒരു കസ്റ്റം മാച്ചിലാണ്. അപ്പോൾ ഇതൊരു മലയാളി പ്ലെയർ കൂടെയാണ് ഗൈസ്. അപ്പോൾ ഐഡിയും കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്തിട്ടാണ് സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റി ഗൈസ്. അപ്പോൾ ആ ഒരു പുള്ളിക്കാരൻ ഇപ്പോൾ 5 hour ആയിട്ടുണ്ട്. അപ്പോൾ ഒരു ആക്റ്റീവായി കളിക്കുന്നൊരു പ്ലെയർ കൂടെയാണ്. അപ്പോൾ നേരെ അക്കൗണ്ടും കാര്യം ജസ്റ്റ് നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ഒരു പുള്ളിക്കാരത്തേക്ക് 66 ലെവലും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗേളാണ് ഗൈസ് ഒരു പുള്ളിക്കാരത്തി വരുന്നത്. അപ്പോൾ ഒരു ഗേളായുള്ളൊരു പ്ലെയർ കൂടിയാണ്. അപ്പോൾ ആ ഒരു ഗേള് ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക ഗൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരുടെ ഐഡീസും കാര്യങ്ങളും ഞാൻ കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കുക. അതുപോലെ തന്നെ 6 year old വെച്ചാണ്. പക്ഷേ 6 year അല്ല ഈ ഒരു പുള്ളിക്കാരത്തി ഓൾഡ് ആയിട്ടുള്ളത്. ഒരു ഏകദേശം 7 year old ആയിട്ടുള്ളൊരു പ്ലെയർ കൂടിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. സക്കുറ ബണ്ടിൽ നമ്മൾ ഫസ്റ്റ് വന്നൊരു എലൈറ്റ് പാസ് കൂടിയാണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് മുതലേ കളിക്കുന്നൊരു പ്ലെയറാണ്. അതുപോലെ തന്നെ ഹീറോയ്ക്ക് ഗ്രാൻഡ് മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഒരു
പുള്ളിക്കാരൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഐഡി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റി. കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓൾറെഡിയുള്ള ഫ്രീ ഉള്ള ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ 7 തവണ ഹീറോയ്ക്കും അതുപോലെ തന്നെ മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് വെറുത്ത ഐഡിയ ആണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഐഡിയയും കാര്യങ്ങളൊക്കെ ഏതാ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഐഡിയയും കാര്യങ്ങളൊക്കെ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയയും കാര്യം ജസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയയും കാര്യം പോകുന്നതിന് മുന്നേ കേസ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു പഴയ പീക്കും കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടിച്ച് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കട്ടെ കേസ്. തറവാട് വീട്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരൻ്റെ ഐഡിയയും കാര്യം ജസ്റ്റ് നമ്മൾ കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പുള്ളിക്കാരൻ ഐഡിയയും കാര്യം ജസ്റ്റ് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നോക്കുകയാണെങ്കിൽ ഒരു പുള്ളിക്കാരൻ 9 അവർ ആയിട്ടുണ്ട് ആക്റ്റീവായിട്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആക്റ്റീവായത് മീൻസ് ഇപ്പോൾ നിലവിൽ ആക്റ്റീവായി കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു ഗേളാണ് ഗൈസ്. ഇതും ഒരു ഗേളായിട്ട് വരുന്നൊരു അക്കൗണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഗേൾ കളിക്കുന്നൊരു അക്കൗണ്ടാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കിയിട്ട് പേരും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും. 28,900 എത്രക്കേറ്റ് ലൈക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അത്യാവശ്യത്തിന് ഓൾഡായിട്ടുള്ള കളക്ഷൻസും കാര്യങ്ങളും ബാഡ്ജും കാര്യങ്ങളും ഒരു വേറെ ഐഡിയും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ 6 ഇയർ ഓൾഡും കാര്യങ്ങളൊക്കെയാണ്. ഒരു 18-19 കാലഘട്ടങ്ങളിൽ കളിച്ച ഒരു പ്ലെയറാണ്. മാസ്റ്ററും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു വെറുത്ത ഐഡി എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രീതിയിൽ കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾഡായിട്ടുള്ള ഒരുപാട് എൽപാസും കാര്യങ്ങളൊക്കെ എടുത്തൊരു ഐഡി കൂടെയാണ് ഇപ്പം നമ്മൾ കാണിച്ച ഈ ഐഡിയും കാര്യങ്ങളൊക്കെ ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ് ഞാൻ ഈ ഒരു കാര്യം പറയാനാണ് വന്നത്. വേറെ എന്താ ഗൈസ് നമ്മളൊരു പുതിയ ഗിൽഡ്. അപ്പോൾ ഗൈസ് ഞാനൊരു പുതിയ ഗിൽഡും കാര്യങ്ങളൊക്കെ ജോയിൻ ആക്കിയിട്ടുണ്ട്. ക്രിയേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. RR ഗെയിമിംഗ് എന്നാണ് ഗിൽഡിൻ്റെ പേര്. അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് ഐഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങളൊന്ന് ജോയിനും കാര്യങ്ങളൊക്കെ അയക്കുക. പിന്നെ മെയിനായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊന്നും വേറെ ഒന്നല്ല. നിങ്ങൾ ഏകദേശം 1K എപ്പോഴും നിങ്ങൾ പോയിൻറ്റും കാര്യങ്ങളും എടുക്കാൻ ശ്രമിച്ചേക്കുക. നിങ്ങൾക്ക് ഗിൽഡ് വാറും കാര്യങ്ങൾ പോയിൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ. അത് നിങ്ങൾ 1K ഒക്കെ മാക്സിമം ശ്രമിച്ചേക്കുക എല്ലാവരും. അല്ലെങ്കിൽ അതിനും പറ്റാത്തവരാണെങ്കിൽ ഒരു 5K എങ്കിലും മാക്സിമം ആക്കുക കേട്ടോ ഗൈസ്. 1K പറ്റാത്തവരുണ്ടെങ്കിൽ 5K എങ്കിലും മാക്സിമം ആക്കിയേക്കുക. 5K മീൻസ് 500 ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അല്ലാത്തവർ പിന്നെ ഒരു 1000 നിങ്ങൾ മാക്സിമം ശ്രമിച്ചേക്കുക എല്ലാവരും. അപ്പോൾ ഇത്രയും റൂൾസും കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും മാക്സിമം ജോയിനും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുക താല്പര്യമുള്ളവരൊക്കെ ഗൈസ്. അപ്പോൾ പിന്നെ ഏതായാലും ഒട്ടും പറഞ്ഞാൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ കണ്ടന്റിലോട്ട് വരാം ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് ഏതാ നോക്കാം. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ അക്ഷയ കിസെറ്റിൻ്റെ ലൈവ് സ്ട്രീമിൽ നിന്ന് എടുത്ത് തന്നെയാണ് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പെണ്ണും പിള്ളേരുടെ ഐഡിയും കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പെണ്ണും പിള്ളേരാണെങ്കിൽ എനിമീനും കാര്യങ്ങളൊക്കെ ടീം അപ്പ് ആക്കിയിട്ടുണ്ട്. ആ ഒരു കസ്റ്റം മാച്ചിലാണെങ്കിൽ. അപ്പോൾ ആ ഒരു പുള്ളിക്കാരത്തെ ഐഡിയും കാര്യം നൈസായിട്ട് കോപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ സെർച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഒരു 15 ഡേയ്സ് നൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് 15 ദിവസമായിട്ടുണ്ട് ആ പുള്ളിക്കാരെ ആക്റ്റീവായിട്ട്. അതുപോലെ തന്നെ 44 ലെവലും കാര്യങ്ങളൊക്കെ ഉണ്ട്. 44 ലെവലും കാര്യങ്ങളുണ്ട്. പക്ഷെ 15 ഡേയ്സ് ആയിട്ടുണ്ട് ആക്റ്റീവായിട്ട്. പക്ഷെ ബാഡ്ജും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. 30 ബാഡ്ജ് കഴിഞ്ഞ സീസൺ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5 ബാഡ്ജ്, അങ്ങനെ കുറച്ച് ബാഡ്ജ് എപ്പോഴൊക്കെ ആയിട്ട് കളിക്കാൻ കയറുന്നൊരു പ്ലെയറാണ്. ബട്ട് ആ പുള്ളിക്കാരെ പ്രോപ്പറായിട്ട് കളിക്കുന്നില്ല. ഇടയ്ക്കും തലയ്ക്കായിട്ട് കളിക്കുന്നൊരു പ്ലെയർ കൂടെയാണ്. പാസോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഓൾറെഡി പ്ലെയറും കാര്യങ്ങളൊക്കെയാണ്. പറയുന്നതിൻ്റെ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറേ നേരം നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് അതിൻ്റേതായ കുറേ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജസ്റ്റ് ക്ഷമിച്ചേക്ക് കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ അവസാനത്തെ ഐഡിയയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലിന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെൽ ബട്ടൺ കൊണ്ട് നോൺ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും.